ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് ദ്വാദശിയാണ്. അപ്പൊ എല്ലാരും പാരണയൊക്കെ വീട്ടി ദ്വാദശിയിൽ വ്രതം പൂർത്തിയാക്കി, ഏകാദശി വ്രതം പൂർത്തിയാക്കി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് വ്രതം നമ്മൾ അവസാനിപ്പിച്ച് പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അരിഭക്ഷണം കഴിച്ച് തുടങ്ങാവുന്നതാണ്. ഇന്നലെ മുഴുവൻ അരിയാഹാരം കഴിക്കാതെ ഇന്ന് അരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള മയക്കമൊക്കെ നമുക്ക് തോന്നാം. ചില ആൾക്കാർക്കൊക്കെ ഉറക്കം വരുന്നതായിട്ട് തോന്നാറുണ്ടാവും. പക്ഷേ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇന്ന് പകൽ ഉറങ്ങാതിരിക്കുക. കാരണം അതിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് ഭഗവാന്റെ യോഗമായ ദേവി നമ്മൾക്ക് ഏകാദശി എടുത്തിരിക്കുന്ന പുണ്യം നമ്മളിൽ നിന്ന് എടുത്തോണ്ട് പോകാനായിട്ട് വരും എന്നൊക്കെ ഒരു കഥ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇത്ര നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പുണ്യം എടുത്തോണ്ട് പോവുക യോഗമായ ദേവി. അതുകൊണ്ട് ഇന്നേ ദിവസവും നമ്മൾ ഭഗവാനെ സ്മരിച്ച് ആ ഭഗവാന്റെ സ്മരണയിൽ ഇന്നേ ദിവസം നമ്മൾ പകലൊന്നും ഉറങ്ങാതെ ഇരിക്കണം എന്നാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ